ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ കോറിലേറ്റീവ് കൺജങ്ഷനിലെ നെയ്തറും നോറുമാണ്. അതായത് നമ്മളിപ്പോൾ എയ്തർ ഓർ എന്ന് ഡിസ്കസ് ചെയ്തു അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. എയ്തർ ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് അല്ലെങ്കിൽ ഇത് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് ഒരുപാട് എക്സാമ്പിൾസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നെയ്തർ നോർ എന്നാണ്. അതായത് അതിൻ്റെ നെഗറ്റീവ്, അതും ഇല്ല ഇതുമില്ല. അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ച് എടുത്താൽ ബുദ്ധിമുട്ടാകും എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ 2 വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുക കേട്ടോ. വീഡിയോ മുഴുവനായി കാണുക. കണ്ടിഷ്ടപ്പെടുന്ന സമയത്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നെയ്തർ നോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമില്ല ഇതുമില്ല. നമ്മൾ മലയാളത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയാറുണ്ട് അല്ലേ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം നമ്മളിങ്ങനെ പറയാറുണ്ട്, അവൾ ഭക്ഷണവും ഉണ്ടാക്കിയില്ല, വീട് വൃത്തിയാക്കിയതുമില്ല അല്ലേ. അവൾ ഭക്ഷണം ഉണ്ടാക്കിയില്ല, വീട് വൃത്തിയാക്കിയതുമില്ല, 2 കാര്യവും ചെയ്തിട്ടില്ല. ഈ ഒരു സെൻറ്റൻസ് പറയുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നെയ്തർ നോർ എന്ന് പറയുന്നത്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അവൾ ഭക്ഷണവും ഉണ്ടാക്കിയില്ല, വീട് വൃത്തിയാക്കിയതുമില്ല. ഷീ നൈദർ കുക്ക്ഡ് നോർ ക്ലീൻഡ് ദ ഹൗസ്. ഇവിടെ 2 പ്രവൃത്തിയും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഷീ നൈദർ കുക്ക്ഡ്, അതിനുശേഷം ഏത് പ്രവൃത്തി ചെയ്യാത്തത്? നോർ ക്ലീൻഡ് അല്ലേ, വൃത്തിയാക്കിയതുമില്ല. എന്താണ് വൃത്തിയാക്കാത്തത്? ദ ഹൗസ്. അപ്പം കുക്ക് ചെയ്തിട്ടുമില്ല, വീട് വൃത്തിയാക്കിയതുമില്ല. ഷീ നെയ്തർ കുക്ക്ഡ് നോർ ക്ലീൻഡ് ദ ഹൗസ്. അവൾ വീട് വൃത്തിയാക്കിയതുമില്ല, ഭക്ഷണം ഉണ്ടാക്കിയതുമില്ല. ഓക്കെ. അതുപോലെ തന്നെ അവൻ ഫ്രൂട്ട്സും കഴിച്ചില്ല, പാലും കുടിച്ചില്ല. അവന് 2 കാര്യവും കുടിച്ചില്ല, കഴിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ പറയും? സബ്ജക്റ്റ് അവൻ എന്നാണ്. ഹി നെയ്തർ എയ്റ്റ് ഫ്രൂട്ട്സ് നോർ ഡ്രാങ്ക് മിൽക്ക് അല്ലേ, 2ഉം ചെയ്തില്ല. അപ്പോൾ ഹി നെയ്തർ എയ്റ്റ് ഫ്രൂട്ട്സ് നോർ ഡ്രാങ്ക് മിൽക്ക്. അവൻ ഫ്രൂട്ട്സും കഴിച്ചില്ല, പാലും കുടിച്ചില്ല. ഇവിടെയാണ് നമ്മൾ നെയ്തർ നോർ എന്ന് യൂസ് ചെയ്യുന്നത്. വേറൊരു സെൻറ്റൻസ് നോക്കൂ. ഞാൻ ഇന്ന് ഡോക്ടറെ കണ്ടതുമില്ല, ഹോസ്പിറ്റലിൽ പോയതുമില്ല. ഇത് നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ? എത്രയോ തവണ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അല്ലേ. ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ ഇന്ന് ഡോക്ടറെ കണ്ടതുമില്ല, ഹോസ്പിറ്റലിൽ പോയതുമില്ല. എങ്ങനെ പറയും? ഐ നൈദർ സോ ദ ഡോക്ടർ നോർ വെൻറ്റ് ടു ദ ഹോസ്പിറ്റൽ ടുഡേ. ഐ നൈദർ സോ ദ ഡോക്ടർ, ഞാൻ ഇന്ന് ഡോക്ടറെ കണ്ടതുമില്ല, നോർ വെൻറ്റ് ടു ദ ഹോസ്പിറ്റൽ ടുഡേ, ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോയതുമില്ല. ഇങ്ങനെ 2 കാര്യങ്ങൾ ഒരുമിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോറിലേറ്റീവ് കൺജങ്ഷനാണ് നെയ്തർ നോർ എന്ന് പറയുന്നത്. വേറൊരു സെൻറ്റൻസ് നോക്കൂ. നമ്മളിങ്ങനെ പറയാറില്ലേ, ഞാൻ രാവിലെ മുതൽ വെള്ളവും കുടിച്ചില്ല, ഭക്ഷണവും കഴിച്ചില്ല. ഞാൻ രാവിലെ മുതൽ വെള്ളവും കുടിച്ചില്ല, ഭക്ഷണവും കഴിച്ചില്ല. ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാലൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അല്ലേ. വെള്ളവും കുടിച്ചില്ല, ഭക്ഷണവും കഴിച്ചില്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഐ നൈദർ ഡ്രാങ്ക് വാട്ടർ നോർ എയ്റ്റ് ഫുഡ് സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സിൻസ് മോർണിംഗ് എന്ന് യൂസ് ചെയ്തു. അപ്പം ഐ നൈദർ ഡ്രാങ്ക് വാട്ടർ, ഞാൻ വെള്ളവും കുടിച്ചില്ല, നോർ എയ്റ്റ് ഫുഡ്, ഭക്ഷണവും കഴിച്ചില്ല, സിൻസ് മോർണിംഗ്, രാവിലെ മുതൽ. ഒരു സെൻറ്റൻസ് കൂടെ നോക്കൂ. അവൻ കല്യാണത്തിനും പോയില്ല, വീട്ടിലും വന്നില്ല. അവൻ കല്യാണത്തിനും പോയില്ല, വീട്ടിലും വന്നില്ല. എങ്ങനെ പറയും? ഹി നൈദർ വെൻറ്റ് ടു ദ വെഡ്ഡിങ് നോർ കെയിം ഹോം. ഹി നെയ്തർ വെൻറ്റ് ടു ദ വെഡ്ഡിങ് നോർ കെയിം ഹോം. അവൻ കല്യാണത്തിനും പോയില്ല, വീട്ടിലും വന്നില്ല. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ നെയ്തർ നോർ എന്ന് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ അതും ചെയ്തില്ല ഇതും ചെയ്തില്ല എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ സമയത്താണ് നമ്മൾ നെയ്തർ നോർ എന്ന് യൂസ് ചെയ്യുന്നത്. എന്നാൽ എയ്തർ ഓർ എന്ന് യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ അത് അല്ലെങ്കിൽ ഇത് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ തൊട്ട് മുന്നത്തെ
എല്ലാ വീഡിയോസും കാണുക. ഗ്രാമർ മസ്റ്റായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം. ഇംഗ്ലീഷ് സംസാരിക്കാനും അതുപോലെ തന്നെ ഓരോ പരീക്ഷകൾ എഴുതാനും അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും ഇംഗ്ലീഷിലെ ഗ്രാമർ അത്യാവശ്യം അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ കേട്ടോ. അപ്പോൾ അത്യാവശ്യം കൺജക്ഷന്, ഓക്സിലറി അതുപോലെ തന്നെ പ്രിപ്പോസിഷൻ ഇതൊക്കെ പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിക്കുള്ള ഒരു ക്ലാസ്സും കൂടിയാണ് ഇത്. അപ്പം നിങ്ങൾ പരമാവധി യൂസ്ഫുൾ ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ വീട്ടമ്മമാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയാണ് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പഠിക്കുന്ന കുട്ടികളിലേക്കൊക്കെ മസ്റ്റായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.